അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസമാണ് നമുക്കൊക്കെ മറഞ്ഞതുപോലെ ദിവസങ്ങളുടെ നേതാവായ പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആഘോഷ ദിനമാണ്. ആരാധനകളെ കൊണ്ട് സമയങ്ങളെ ചെലവഴിക്കേണ്ട ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെയും പരിശുദ്ധ വെള്ളിയാഴ്ച ദിനങ്ങളിൽ എല്ലാ തിരക്കുകൾ മാറ്റിവെച്ച് ഇബാദത്തിലായവർ കൂടുമായിരുന്നു. അല്ലാഹു അത്തരത്തിൽ നമുക്കും മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ ചേരാൻ, പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസങ്ങൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിനങ്ങളിൽ കൂടുതലായി വർദ്ധിപ്പിക്കേണ്ട ഒരു നന്മയാണ് സ്വലാത്ത് എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും ധാരാളമായി വെള്ളിയാഴ്ച ദിനങ്ങളിൽ സ്വലാത്ത് പെറുപ്പിച്ചു ചൊല്ലുക. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു വല്ലാത്തൊരു അത്ഭുത മന്ത്രം. ഈ ഒരു മന്ത്രം നമുക്ക് പരിശുദ്ധ വെള്ളിയാഴ്ച ദിനങ്ങളിൽ 100 തവണ ചൊല്ലാൻ കഴിഞ്ഞാൽ, പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരാനന്തരം, ജുമുഅ നിസ്കാരത്തിന് ശേഷം വീട്ടിലേക്ക് പോകുന്ന വഴിമധ്യം നമുക്ക് ചൊല്ലാം. വെറും 5 മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റിയ ചെറിയൊരു ദിക്റാണ്. 100 തവണയാണ് ചൊല്ലേണ്ടത്. അങ്ങനെ ഒരാൾക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുകയാണ്, ഗഫറല്ലാഹു ലഹു മിഅത അൽഫി ദംബിൻ, അദ്ദേഹത്തിന്റെ 1,00,000 പാപങ്ങൾ, 1,00,000 പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കപ്പെടുകയാണ്, അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്. വലിവാലിദൈഹി 24,000 ദംബിൻ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, അദ്ദേഹത്തിന് കഷ്ടം വന്ന് അദ്ദേഹത്തിന് പോറ്റി വലുതാക്കിയ നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ 24,000 പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്. 24,000 ദോഷങ്ങൾ, നമ്മുടെ മാതാപിതാക്കളുടെ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണിത്. കാരണം അവർക്ക് നമുക്ക് സമ്പത്തുണ്ടാക്കി കൊടുക്കുക, പണം കൊടുക്കുക എന്നുള്ളതല്ല വലുത്. നമുക്ക് നമ്മുടെ ഭാഗത്ത് കിട്ടേണ്ടത് അവരുടെ പാവങ്ങൾ പുറത്തു കിട്ടുക, നാം മുഖേന അവർക്ക് സ്വർഗം കിട്ടുക, അവർക്ക് ഖബറിൽ നേട്ടം ലഭിക്കുക, അവർക്കൊരു ദിവസം ഒരു ഫാത്തിഹെങ്കിലും ഓതി കൊടുക്കുക, ഓതി അദ്യ ചെയ്യുക. ഇത് മരിച്ചാൽ മാത്രമല്ല, ഹയാത്തിൽ തന്നെ ഈ ദിക്റ് ചൊല്ലുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഹയാത്തിലുള്ള മാതാപിതാക്കളുടെ 24,000 പാവങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നാണ് നമുക്ക് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ ദിക്റ് എല്ലാവരും ചൊല്ലണം. സുബ്ഹാനല്ലാഹിൽ അളീമി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അളീമി വബിഹംദിഹി എന്ന ദിക്റ് 100 തവണ ചൊല്ലണം. വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരത്തിന് ശേഷം സ്ത്രീകൾ അവരുടെ വീടുകളിൽ ളുഹർ നിസ്കാരത്തിന് ശേഷം, വെള്ളിയാഴ്ച ളുഹർ നിസ്കാരത്തിന് ശേഷം ഈ ദിക്റ് 100 തവണ ചൊല്ലിയാൽ ഈ മഹത്വങ്ങൾ നമുക്ക് നേടാം. അങ്ങനെ ഒരു വർഷം 52 വെള്ളിയാഴ്ച ദിവസം നമുക്ക് കടന്നു വരും. അങ്ങനെ 52 ഒരു വെള്ളിയാഴ്ച നമുക്ക് 1,00,000 പാപങ്ങൾ പൊറുക്കുകയാണെങ്കിൽ ഒരു വർഷമാകുമ്പോൾ 52,00,000 പാപങ്ങൾ നമുക്ക് പുറത്തു തരികയാണ്. അത് മാത്രമല്ല, മാതാപിതാക്കളുടെ 15,00,000 പാപങ്ങൾ ഒരു വർഷം കൊണ്ട് നാം മുഖേന അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ദിക്ർ വെള്ളിയാഴ്ച ദിവസം 100 തവണ ചൊല്ലുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.